കുട്ടിക്കുറുക്കന്മാരുടെ ഉറക്കം. അമ്മക്കുറുക്കന് 2 മക്കളാണ്. 2 പേരും മഹാവികൃതികൾ. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുകയായിരുന്നു കുട്ടിക്കുറുക്കന്മാർ. എനിക്ക് ഉറക്കം വരുന്നില്ല, ഒരു കുട്ടിക്കുറുക്കൻ പറഞ്ഞു. എനിക്കും ഉറക്കം വരുന്നില്ല, രണ്ടാമത്തെ കുട്ടിക്കുറുക്കനും പറഞ്ഞു. അമ്മക്കുറുക്കൻ പാട്ടുകൾ പാടി, കഥകൾ പറഞ്ഞു. എന്നിട്ടും കുട്ടിക്കുറുക്കന്മാർ ഉറങ്ങുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല, ഒന്നാമത്തെ കുട്ടിക്കുറുക്കൻ പറഞ്ഞു. എനിക്കും, രണ്ടാമത്തെ കുട്ടിക്കുറുക്കനും പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? അമ്മക്കുറുക്കൻ വിഷമിച്ചു. അപ്പോഴേക്കും കുട്ടിക്കുറുക്കന്മാരുടെ കരച്ചിൽ കേട്ട് ചിലരൊക്കെ എത്തിയിരുന്നു. അമ്മമാനും അമ്മയണ്ണാനും അമ്മ മൂങ്ങയും. അമ്മക്കുറുക്കൻ അവരോട് കാര്യം പറഞ്ഞു. വിശന്നിട്ടാവും, അമ്മ മൂങ്ങ പറഞ്ഞു. കുറച്ച് പുല്ല് തിന്നാൽ എൻ്റെ മക്കൾ ഉറങ്ങാറുണ്ടേ. അമ്മമാൻ പറഞ്ഞു. 1-2 ചക്കക്കുരു തിന്നാൽ എൻ്റെ മക്കൾ ഉറങ്ങാറുണ്ട്. അമ്മയണ്ണൻ പറഞ്ഞു. പക്ഷേ കുട്ടിക്കുറുക്കൻ പുല്ലും ചക്കക്കുരു ഒന്നും തിന്നാറില്ലല്ലോ. അമ്മ മൂങ്ങ പറഞ്ഞു. ചെറിയൊരു കഷ്ണം ഇറച്ചിയിരിപ്പുണ്ട്, അത് കൊടുത്തു നോക്കട്ടെ, അമ്മക്കുറുക്കൻ പറഞ്ഞു. എന്നിട്ട് കുട്ടിക്കുറുക്കന്മാർക്ക് ഇറച്ചി കഷ്ണം തിന്നാൻ കൊടുത്തു. എന്നിട്ടും അവർക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരുന്നില്ല, ഒന്നാമത്തെ കുട്ടിക്കുറുക്കൻ പറഞ്ഞു. എനിക്കും ഉറക്കം വരുന്നില്ല, രണ്ടാമത്തെ കുട്ടിക്കുറുക്കനും പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? അമ്മക്കുറുക്കനും അമ്മമാനും അമ്മയണ്ണാനും അമ്മ മൂങ്ങയും ആലോചനയായി. എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. അപ്പോഴതാ മറ്റാരോ കരയുന്നു. അതാരാ കരഞ്ഞത്? അമ്മമാന്റെ കുഞ്ഞാണോ? അമ്മക്കുറുക്കൻ ചോദിച്ചു. അല്ലല്ലോ, അമ്മമാൻ പറഞ്ഞു. അമ്മയണ്ണന്റെ കുഞ്ഞാണോ? അല്ലെന്നേ, അമ്മയണ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മ മൂങ്ങയുടെ കുഞ്ഞാണോ? അല്ലല്ല, മാനത്തു നിന്നാ ഞാൻ കരച്ചില് കേട്ടത്, അമ്മ മൂങ്ങ പറഞ്ഞു. അമ്മ മൂങ്ങ പറഞ്ഞത് ശരിയായിരുന്നു. മാനത്തെ കുഞ്ഞു ചന്ദ്രനാണ് കരഞ്ഞത്. വലിയ ചന്ദ്രൻ അമ്മയും ചന്ദ്രക്കലകൾ കുഞ്ഞുങ്ങളുമാണെന്നായിരുന്നു അന്നത്തെ വിശ്വാസം. അന്ന് ഏറ്റവും ചെറിയ ചന്ദ്രക്കലയായിരുന്നു മാനത്ത്. ഏറ്റവും ഇളയ കുഞ്ഞു ചന്ദ്രനാണ് ഉറക്കം വരാതെ കരയുന്നത്. അമ്മ മൂങ്ങയ്ക്കൊരു ബുദ്ധി തോന്നി. അമ്മ മൂങ്ങ കുഞ്ഞു ചന്ദ്രനോട് വിളിച്ചു ചോദിച്ചു, ഈ കുട്ടിക്കുറുക്കന്മാരുടെ കൂടെ കിടന്നുറങ്ങുന്നോ? കുഞ്ഞു ചന്ദ്രൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്ന് കുട്ടിക്കുറുക്കന്മാരെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ തുടങ്ങി. അതോടെ കുട്ടിക്കുറുക്കന്മാർക്കും ഉറക്കം വന്നു. അവരും ഉറക്കം തുടങ്ങി.